ഹായ്, നമ്മൾ അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും സൈൻ ട്രാൻസ്ഫോമും അതിൻ്റെ ഇൻവേഴ്സും, അതായത് ഫോറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷനും എല്ലാം കാണിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. ഇത് ഒരുമിച്ച് എക്സാമിനേഷൻ ചോദിക്കണമെന്നില്ല, രണ്ട് പാർട്ടായിട്ട് ചോദിക്കാം. ഓരോന്നായിട്ട് കൊസൈൻ ട്രാൻസ്ഫോം മാത്രമായിട്ടോ സൈൻ ട്രാൻസ്ഫോം മാത്രമായിട്ടോ എക്സാമിനേഷന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ f(x) = e⁻⁴ ആണ്. നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും വേണം, സൈൻ ട്രാൻസ്ഫോമും വേണം, പിന്നെ അതിൻ്റെ എല്ലാം ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷനും വേണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് f(x) is fc(ω) = √2/π integral 0 to infinity f(x) into cos ωx dx. So this is equal to square root of 2/π into integral 0 to infinity f(x) is e⁻⁻ax into cos ωx dx. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലൊരു പ്രോബ്ലം വന്നു നമുക്ക്. അപ്പോൾ ഫോർമുല യൂസ് ചെയ്യാൻ ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോർമുല എഴുതി ഞാൻ തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫോർമുല വേണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോയി നോക്കുക. സോ ഇതിൻ്റെ ഫോർമുല ഡയറക്റ്റായിട്ട് ഞാൻ ഇവിടെ എഴുതുകയാണ്. √2/π into e⁻⁴ plus b². Here a is equal to -a. So e⁻⁻ax/a². സ്ക്വയർ ചെയ്യുമ്പോൾ a² വന്നു. b is omega. So a² plus omega² into a cos bx എന്നാണ്. So -a cos ωx plus b sin bx. That is omega sin ωx within the limits 0 to infinity. Now putting the limits √2/π into limits apply ചെയ്യുമ്പോൾ upper limit is infinity കൊടുക്കുമ്പോൾ e⁻⁻∞. this becomes 0 minus lower limit is 0 കൊടുക്കുമ്പോൾ e⁻⁴ is 1/a² plus omega² into ഇവിടെ 0 കൊടുക്കുമ്പോൾ cos 0 becomes 1. so this is -a sin 0 ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π into. സോ ദിസ് ഈസ് ദി കൊസൈൻ ട്രാൻസ്ഫോം. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇൻവേഴ്സിലോട്ട് പോകാം. അപ്പോൾ ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. √2/π into integral 0 to infinity fc⁻ cos ωx dω. അപ്പോൾ കൊസൈൻ ട്രാൻസ്ഫോം എന്നുള്ളത് നമുക്ക് കിട്ടിയത് √2/π into a/a² plus ω² ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ള cos ωx dωയും കൂടെ എഴുതി. ഓക്കെ, ഇനി ഇത് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. അപ്പോൾ f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇൻറ്റഗ്രൽ എഴുതാം. ഫോർ ഇൻറ്റഗ്രൽ 0 to infinity a/a² plus ω² cos ωx dω is equal to, ഇത് പുറത്തോട്ട് പോകുമ്പോൾ √2/π into √2/π is π/2/π നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുമ്പോൾ π/2 ആയി. π/2 into f(x) എന്ന് പറയുന്നത് e⁻⁻ax. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ച് എഴുതിയിരിക്കുകയാണ്, കാരണം നിങ്ങൾ 2-3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കത് അറിയാം. ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമ്മൾ ഇതിനകത്തോട്ട് നോക്കുക. നമുക്ക് നമ്മുടെ ആവശ്യം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫോറിയർ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്. ഇൻറ്റഗ്രൽ 0 to infinity. നമ്മൾ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ടെത്താൻ എന്തൊക്കെയാണ് ഇതിനകത്ത് മാറ്റം എന്നുള്ളത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കാവുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ x is equal to a എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എക്സിന് a കൊടുക്കുക. പുട്ട് x is equal to a. എക്സിനെ നമ്മൾ മാറ്റുന്നു. therefore the above expression becomes integral 0 to infinity a/a² plus ω² into cos a omega dω. x equal to a കൊടുത്തു. this is equal to π/2 into e⁻⁻a² എന്ന് കിട്ടി. എക്സിന് a കൊടുത്തപ്പോൾ ഇനി എന്താ വേണ്ടത്? cos ax എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് cos a omega, താഴെ a² plus x², ഇവിടെ a² plus ω². so we have to replace this omega by x അല്ലേ. therefore അല്ലെങ്കിൽ replace omega by x. ഒമേഗയെ നമ്മൾ x കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. therefore നമുക്ക് എന്താ കിട്ടുക? ഇൻറ്റഗ്രൽ 0 to infinity. അതുപോലെ ഇവിടെ a ഇല്ല, ഇവിടെ നമുക്ക് a വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ a എന്ത് ചെയ്യണം? ഇവിടെ π/2a വരുന്നുണ്ട്, ഇവിടെ π/2 ആണ്. സോ a നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. ഒമേഗയ്ക്ക് എക്സും റീപ്ലേസ് ചെയ്യാം. സോ വി ഗെറ്റ് cos ωx എന്നായി അല്ലേ. cos ax എന്ന് വന്നു. ഒമേഗയ്ക്ക് നമ്മൾ എക്സ് കൊടുത്തു. cos ax/a² plus x² dx
ഒമേഗ ബിക്കംസ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ഈ എ നമ്മൾ താഴോട്ട് എടുക്കുകയാണ്. സോ π/2a ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എക്സ്പ്രഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു, അതിൻ്റെ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഇതാണ്, അത് കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ ഈ ഒരു പോർഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സൈനിലോട്ടാണ് പോകേണ്ടത്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, സൈൻ ഇൻ്റഗ്രൽ, പിന്നെ ഈ ഒരു റിസൾട്ടിലോട്ടും നമുക്ക് എത്തണം. നോക്കാം. നോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഈസ് fs omega is equal to root of 2 by pi into integral 0 to infinity f of x into sin omega x dx. ദാറ്റ് ഈസ് ഈക്വൽ ടു കഴിഞ്ഞത് ചെയ്തതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. റൂട്ട് ഓഫ് 2 ബൈ പൈ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഇ റൈസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞത് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് എന്ന ഫോമുല എഴുതുപോലെ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സിനും ഒരു ഫോമുലയുണ്ട്, ഇൻ്റഗ്രൽ ഡി എക്സ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇതാണ് ആ ഫോമുല. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ മൈനസ് എ ആണ്. സോ ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് എ സൈൻ ഒമേഗ എക്സ്, ബിക്ക് പകരം ഒമേഗ, മൈനസ് ബി കോസ് ബി എക്സ്, ബി ഈസ് ഒമേഗ, ഒമേഗ കോസ് ഒമേഗ എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കാം, റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, കഴിഞ്ഞതിൽ ചെയ്തതുപോലെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ബിക്കം 0. പിന്നെ ഇവിടെ 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 0, ആ ടേം കംപ്ലീറ്റ്ലി 0. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. 0 കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് 1 ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു വിതിൻ ബ്രാക്കറ്റ്സ് ഇവിടെ 0 കൊടുക്കുമ്പോൾ ദിസ് ബിക്കം 0. ഇവിടെ 0 കൊടുക്കുമ്പോൾ കോസ് 0 ഈസ് 1. സോ മൈനസ് ഒമേഗ വരും, മൈനസ് ഒമേഗ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ വി ഗോട്ട് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇനി ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നോക്കാം. നൗ ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഈസ് f of x is equal to root of 2 by pi integral 0 to infinity fs omega into sin omega x d omega. So this is equal to root of 2 by pi into integral 0 to infinity fs of omega is root of 2 by pi into omega by a square plus omega square sin omega x d omega. ഇത് നമ്മൾ ആ ഇൻ്റഗ്രലിലോട്ട് മാറ്റുന്ന മാത്രം ജോലിയേ ഉള്ളൂ, നമുക്കത് ചെയ്യാം. Therefore ഇത് പുറത്തോട്ട് വരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ആ ഒരു സ്റ്റെപ്പ് എഴുതാം, റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. Now this integral becomes therefore integral 0 to infinity omega by a square plus omega square sin omega x d omega is equal to 2 by pi LHSലോട്ട് എടുക്കാം. therefore pi by 2 ആയി, pi by 2 ഇൻറ്റു ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇ റൈസ് ടു മൈനസ് എ എക്സ് ആണ്. അപ്പോൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കിട്ടി. ഇനി നമുക്ക് ഈ ഒരു റിസൾട്ടിലോട്ട് എത്തണം. ആ റിസൾട്ടിലോട്ട് എങ്ങനെ എത്തുന്നു നോക്കാം. നോക്കിക്കേ, ആ റിസൾട്ടിലോട്ട് എത്തേണ്ട അത് തന്നെയാണ് അല്ലേ. ഇവിടെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡയറക്റ്റ്ലി കിട്ടി. അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം. സൈനും കൊസൈനും എല്ലാം നമ്മൾ ഒറ്റ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.